രണ്ട് കളനീര് തൈക്കുട്ടീൻ്റെ അവിടെ കിടക്കണം. ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊണ്ടുപോകണം പറഞ്ഞ് ഇളനീരാ? ഇത് കറുവേപ്പില അച്ഛ ഇതാ കുത്തിയിടി. നിങ്ങൾ കുത്തിയിട്ടപ്പോഴാണ് വന്ന് ഇനി അവിടെ കുത്തിയിടി കറിവേപ്പില. സ്നേഹത്തോടെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു പരിപ്പ് വടയാണ്. ഞാനത് ഒരുപാട് വട്ടം അമ്മ പണി മാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു പരിപ്പ് വട തിന്നാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം 5 മണിയായിട്ട് വീട്ടിൽ വരുമ്പോഴേക്കും അത് തണുത്ത് നാറിയിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും അത് തിന്നുമ്പോൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വലിയ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. അമ്മയ്ക്ക് തൻകുഞ്ച് പൊൻകുഞ്ച് എന്നൊരു വാചകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന് പല കാരണങ്ങളുണ്ടാവും. സോ എൻ്റെ ഈ ഒരു 40ാമത്തെ വയസ്സിൽ ഞാനത് എൻ്റെ അമ്മയിൽ നിന്ന് നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്നുള്ളത് പറയാം. അതിന് മുമ്പ് ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം, എന്നിട്ട് റിയാലിറ്റിയിലേക്ക് വരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക, എങ്കിലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അതായത് എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ പാടത്ത് അഥവാ കണ്ടത്ത് പണിക്ക് പോകുന്ന സമയത്ത് പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 10-11 മണിയാകുമ്പോൾ അവർക്ക് ചായ ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിൽ ചായയും പരിപ്പോടെ അവർ കഴിക്കും. അതിൽ അമ്മ ചായ മാത്രം കുടിക്കുള്ളൂ. ആ പരിപ്പോടെ ഉണ്ടല്ലോ അതേപോലെ അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച് വയ്ക്കും. എന്നിട്ട് വൈകുന്നേരം 5 മണി വരെ അത് സൂക്ഷിച്ച് വയ്ക്കും. ചിലപ്പോൾ മഴയുണ്ടാവും ആ പണി സമയത്ത്. പക്ഷെ എന്നാലും അതൊക്കെ കുടയൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് സൂക്ഷിച്ച് വെച്ച് 5 മണിക്ക് പണി മാറി വീട്ടിൽ വരുമ്പോൾ ആ പരിപ്പോടെ എനിക്ക് തരും. അത് എൻ്റെ കുട്ടിക്കാലം, ചൈൽഡ്ഹുഡ്. ഞാനത് ഒരുപാട് വട്ടം അമ്മ പണി മാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു പരിപ്പോടെ തിന്നാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ഇത് രാവിലെ 11 മണിക്ക് കൊടുക്കുന്ന പരിപ്പോടെയാണ്. അമ്മ ചായ മാത്രം കുടിക്കും. മകന് വേണ്ടിയിട്ട്, അതായത് എനിക്ക് വേണ്ടിയിട്ട് പരിപ്പോടെ മാറ്റി വയ്ക്കും. വൈകുന്നേരം 5 മണിയായിട്ട് വീട്ടിൽ വരുമ്പോഴേക്കും അത് തണുത്ത് നാറിയിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും അത് തിന്നുമ്പോൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ടേസ്റ്റിൻ്റെ വാല്യൂ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അമ്മ അത് ചൂടില്ല, എന്നിട്ട് ഇത്രയും ടേസ്റ്റ് വരാനുള്ള കാരണം എന്ന് പറയും അമ്മയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, അതായത് അത് സ്നേഹത്തോടെ എൻ്റെ മകനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് കൊടുക്കണമെന്ന് സ്നേഹത്തോടെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു പരിപ്പ് വടയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് വൈകുന്നേരം 5 മണി വരെ ആയിട്ടും നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അനുഭവങ്ങൾ ഉണ്ടാവും. ഇനി ഞാൻ റിയാലിറ്റിയിലേക്ക് വരാം. ഇത് എല്ലാവർക്കും സംഭവിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ആ ഒരു സംഭവം എൻ്റെ 40ാമത്തെ വയസ്സിൽ ഞാനിപ്പോൾ എൻ്റെ അമ്മയിൽ നിന്ന് നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അമ്മ ഇപ്പോൾ പഞ്ചായത്ത് പണിക്ക് പോകുന്നുണ്ട്. ഓക്കെ, അമ്മയ്ക്ക് പ്രായം എൻ്റെ 40 വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി അമ്മയ്ക്ക് പ്രായം എത്രയായിരുന്നു. സോ അമ്മ പഞ്ചായത്ത് പണിക്ക് പോയി വൈകുന്നേരം വരുമ്പോൾ പഴയ അതുപോലെ തന്നെ ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എനിക്ക് 40 വയസ്സായി എന്നൊന്നും അമ്മ ചിന്തിക്കുന്നില്ല. അമ്മയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 40 വയസ്സായാലും 50 വയസ്സായാലും അമ്മയ്ക്ക് ഞാൻ മകൻ തന്നെയാണ്. സോ ഇപ്പോഴും അമ്മയ്ക്ക് ചായ കൊടുക്കുന്ന സമയത്ത് അന്ന് പരിപ്പ് വടയായിരുന്നു, ഇപ്പോൾ പരിപ്പ് വടയല്ല, മിച്ചറോ എന്തെങ്കിലും വറവ സാധനങ്ങളുണ്ടാവും. എങ്കിലും അമ്മ ചായ മാത്രം കുടിക്കുകയുള്ളൂ. ഉണ്ണിയെന്ന് വിളിക്കുക. സോ ഉണ്ണിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മിച്ചറോ അല്ലെങ്കിൽ ഈ പൊക്കവടയോ അങ്ങനെ സംഭവങ്ങൾ കിട്ടും. അത് മാറ്റി വയ്ക്കും. എന്നിട്ട് അമ്മ കൊണ്ടുവരും, ഒരു സെഞ്ചിയിലിട്ട് കൊണ്ടുവരും. അത് ഞാൻ റിയാലിറ്റി അമ്മ ഇന്ന് പണി മാറി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാവുള്ളൂ. ഒരു ബാഗിൽ അമ്മ പണിക്ക് പോകുന്ന ചോറ്റുപാത്രം കൊണ്ടുപോകുന്ന ആ ബാഗിൽ സെഞ്ചിയിൽ ഈ ഒരു തിന്നാനിട്ട് എനിക്ക് കൊണ്ടുവരും. അപ്പോൾ അമ്മയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് നമ്മൾ എത്രത്തോളം വളർന്നാലും എത്രത്തോളം വലിയ ലെവലിലെത്തിയാലും എത്രത്തോളം പ്രായമായാലും അമ്മയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്. സോ അമ്മ ഇന്ന് വരുമ്പോൾ ബാഗ് തുറന്ന് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കറിയില്ല അമ്മൻ്റെ കയ്യിൽ അത് എല്ലാ ദിവസവും ഉണ്ടാവുന്നതാണ്. പണിക്ക് പോകുന്ന എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. വട്ടവട്ടീസ് എന്തായാലും ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനത് നേരിട്ട് കാണിച്ചു തരാം. അമ്മ വരുന്നുണ്ട്, പണിമാറി വരുന്നുണ്ട്. കയ്യിലൊന്ന് മൈലാഞ്ചി ചെടി അല്ലെങ്കിൽ തുളസി, തോളിലൊരു കൈക്കോട്ട്, തലയിലൊരു സെഞ്ചി.
നോക്കാം കേട്ടോ, സെഞ്ചിയിലുണ്ടോ നോക്കാം, അറിയില്ല. മിക്കവാറും 100% ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്റെ ദൈവം ഈ സെഞ്ചി ഇവിടെ വെക്കാമോ? ഇതെവിടെ വെക്കുന്നത്? സെഞ്ചിയിൽ എന്താണ് ഇന്ന് തലയിൽ വെച്ചിട്ട് വരുന്നത്? ഇന്ന് 2 കളനീര് കുട്ടീൻ്റെ അവിടെ കിടക്കണം. ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊണ്ടുപോകണം പറഞ്ഞു. ഇളനീരാ? മാങ്ങയല്ലടാ, എന്താണ്? നിങ്ങൾ അരുവാൾ എടുത്ത് മാറ്റി കയ്യിൽ തട്ടു. ഇതാ മാങ്ങയുണ്ടടാ കുറെ. മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്. അരുവാൾ എടുക്കാമോ നിങ്ങൾ? അത് എടുക്കി കൈ തട്ടില്ലേന്ന്. അരുവാള്, ഇളനീര് ഇപ്പം തന്നെ വട്ട. ഇതാ കുമ്പാടി ഇളനീര്. നോക്കട്ടെ ഇതെന്തെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കട്ടെ. മാങ്ങയൊക്കെ തരാൻ നിൽക്കും. അതെന്താണ്? ഇത് കറുവേപ്പില അച്ഛ ഇതാ കുത്തിയിടി. നിങ്ങൾ കുത്തിയിട്ടപ്പോഴാ വന്നു. ഇനി അവിടെ കുത്തിയിടി. കറിവേപ്പില കുത്തിയിടി. നിക്ക് ഞാനും 2 എണ്ണം കിട്ടിയ ഞാൻ 2 കൊടുത്തു. പച്ചക്കഴുത്ത്, നമ്മുടെ പച്ചക്കഴുത്ത് പോയി. പിന്നെയോ? ഇത് മാങ്ങ കഴുകി തരാം. ഒരു പ്ലേറ്റ് മാങ്ങ വേണ്ടേ? അവന് മാങ്ങ വേണം പറഞ്ഞു. കഴിച്ചു ഇതാണ് കേട്ടോ അമ്മ കൊണ്ടുവന്നതാണ്. ചായ അമ്മ കൊടുത്തു, ഈ സാധനം കൊണ്ടുവന്നു, എല്ലാവർക്കും കൊടുത്തു. സോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത ലൈക്കും സബ്സ്ക്രൈബ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ